വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ആണ്. വേറൊന്നുമല്ല, ഒരുപാട് പേർക്ക് ഇന്നലെ ഞാൻ ആസ് വെൽ യൂസ് ചെയ്യുന്നത് പറഞ്ഞ സമയത്ത് ഗോട്ട് എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരുപാട് പേര് ഗോട്ട് അല്ലെങ്കിൽ ഗെറ്റ് ഒരുപാട് സ്ഥലത്ത് നമ്മൾ കാണാറുണ്ടല്ലോ, അതേക്കുറിച്ചൊരു വീഡിയോ ചെയ്യുമോ എന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഗെറ്റ് എന്ന് പറയുന്നതും ഒരു വലിയൊരു സംഭവമാണ്. അതായത് നമ്മുടെ ഹാവ് പോലെ തന്നെയാണ്. ഹാവ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഹാവ് നമ്മൾ ഉണ്ടെന്ന് പറയാനാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഹാവിന് ഒരുപാട് വേറെ യൂസസും ഉണ്ട്. വേറെ വെർബുകളായിട്ടും നമ്മൾ ഹാവ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഗെറ്റ് എന്ന് പറയുന്നത്. ഗെറ്റ് എന്ന് പറയുന്നതും ഒരുപാട് വെർബുകളായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പം അതേക്കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഈ ഗെറ്റിന് എന്തൊക്കെ മീനിങ്ങുകളാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഗെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കിട്ടുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് പഠിച്ചിട്ടുള്ളത് അല്ലേ. എനിക്ക് അത് കിട്ടി, എനിക്കിത് കിട്ടി, അല്ലെങ്കിൽ നിനക്കത് കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ ഗെറ്റ്, ഗോട്ട്, ഗെറ്റിങ് എന്നൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ വേറെയും ഒരുപാട് വെർബുകളായിട്ട് നമ്മൾ ഗെറ്റ് യൂസ് ചെയ്യും. ഫസ്റ്റ് പറയുന്നത് നമുക്ക് കിട്ടുക എന്നുള്ള വെർബ് തന്നെ നോക്കാം. അതായത് റിസീവ് അല്ലേ. റിസീവ് എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ ഗെറ്റ് യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഇങ്ങനെ പറയുകയാണ്, എനിക്ക് നിന്റെ മെസ്സേജ് കിട്ടി. എനിക്ക് നിന്റെ മെസ്സേജ് കിട്ടി നമ്മളെപ്പോഴും യൂസ് ചെയ്യാറുള്ളതാണിത് അല്ലേ. ഐ ഗോട്ട്, എനിക്ക് കിട്ടി. യുവർ മെസ്സേജ്, നിന്റെ മെസ്സേജ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് നമ്മൾ റിസീവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുക എന്ന് തന്നെയാണ്. റിസീവ്ഡ് യുവർ മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എനിക്ക് നിന്റെ മെസ്സേജ് കിട്ടി എന്നാണ്. അപ്പോൾ ആ റിസീവ്ഡിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഗോട്ട് എന്ന് യൂസ് ചെയ്തിട്ട് പറയാനായിട്ട് പറ്റും. അപ്പം ഐ ഗോട്ട് യുവർ മെസ്സേജ്, എനിക്ക് നിന്റെ മെസ്സേജ് കിട്ടി. നെക്സ്റ്റ്, എനിക്ക് ഫീസ് അടയ്ക്കാൻ പണം കിട്ടി. എനിക്ക് ഫീസ് അടയ്ക്കാൻ പണം കിട്ടി, എനിക്ക് കിട്ടി എന്നാണല്ലോ. I got the money to pay the fees. I got the money to pay the fee. എനിക്ക് ഫീസ് അടയ്ക്കാൻ പണം കിട്ടി. നെക്സ്റ്റ് ചോദിക്കാറുണ്ട്, നിനക്ക് പേന കിട്ടിയോ എന്നുള്ളത് അല്ലേ. നിനക്ക് പേന കിട്ടിയോ, നിനക്ക് പേന കിട്ടിയോ ക്വസ്റ്റ്യൻ ആണ്. ഡിഡ് യു ഗെറ്റ് ദ പെൻ, നിനക്ക് പേന കിട്ടിയോ. അപ്പോൾ ഗെറ്റിൻ്റെ പാസ്റ്റ് ആണ് ഗോട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗോട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V3യും ഗോട്ട് എന്ന് പറഞ്ഞാലും V3 ആണ്. ഗോട്ടിന് രണ്ട് രൂപത്തിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഗെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ING ഫോം വരുന്നതാണ്. അപ്പം അതിൻ്റെ സെൻറ്റൻസിനനുസരിച്ച് നമുക്ക് മാറ്റി കൊടുക്കാം. അവൾക്ക് വെള്ളം കിട്ടിയോ, അവൾക്ക് വെള്ളം കിട്ടിയോ എന്നെങ്ങനെ ചോദിക്കാം. അപ്പം ഇവിടെ നമ്മൾ യൂസ് ചെയ്തത് എന്താണ്, കിട്ടുക എന്നുള്ളത്. അതായത് റിസീവ്ഡിന് പകരമാണ് നമ്മൾ ഗോട്ട്, ഗെറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കിട്ടുക എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഗോട്ട്, ഗെറ്റ് എന്ന് യൂസ് ചെയ്യും. ഓക്കെ. ഇനി നെക്സ്റ്റ് യൂസസ് എന്ന് പറയുന്നത് വാങ്ങുക എന്ന് പറയാറുണ്ട് അല്ലേ. ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങുക എന്നാണ്. ഈ ബൈക്ക് പകരം നമ്മൾ ഗെറ്റ് യൂസ് ചെയ്ത് എങ്ങനെ പറയാം എന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇങ്ങനെ പറയാണ്, ഞാൻ പുതിയ ഗ്യാസ് സ്റ്റൗ വാങ്ങി. ഞാൻ പുതിയ ഗ്യാസ് സ്റ്റൗ വാങ്ങി എന്ന് പറയാറുണ്ടല്ലോ. ഐ ബോട്ട് എന്ന് പറയാം. അതിന് പകരമായിട്ട് ഐ ഗോട്ട് എന്ന് പറയാം. ഐ ഗോട്ട് എ ന്യൂ ഗ്യാസ് സ്റ്റൗ. ഐ ഗോട്ട് എ ന്യൂ ഗ്യാസ് സ്റ്റൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഞാൻ പുതിയ ഗ്യാസ് സ്റ്റൗ വാങ്ങി എന്നാണ്. അപ്പോൾ അത് ഐ ബോട്ട് എന്ന് പറയുന്നതിന് പകരം നമ്മളിപ്പോൾ ഇവിടെ ഞാൻ പുതിയ ഗ്യാസ് സ്റ്റൗ വാങ്ങി എന്ന് പറഞ്ഞിട്ട് ഐ ഗോട്ട് എ ന്യൂ ഗ്യാസ് സ്റ്റൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഡൗട്ട് വരും അല്ലേ. ബോട്ടുള്ള സ്ഥാനത്ത് എന്തുകൊണ്ട് ഗോട്ട് എന്ന് വന്നു എന്നുള്ളത്. ഗോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങുക എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഐ ഗോട്ട് എ ന്യൂ ഗ്യാസ് സ്റ്റൗ എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ പുതിയ ഗ്യാസ് സ്റ്റൗ വാങ്ങി. നെക്സ്റ്റ്, അവൾ പുതിയ കമ്പ്യൂട്ടർ വാങ്ങിയില്ലേ. അവൾ പുതിയ കമ്പ്യൂട്ടർ വാങ്ങിയില്ലേ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ ചോദിക്കും, ഡിഡ്ന്റ് ഷീ ഗെറ്റ് എ ന്യൂ കമ്പ്യൂട്ടർ. ഡിഡ്ന്റ് ഷീ ഗെറ്റ് എ ന്യൂ കമ്പ്യൂട്ടർ, അവൾ പുതിയ കമ്പ്യൂട്ടർ വാങ്ങിയില്ലേ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, നീ ഇന്നലെ അരുണിന്റെ കടയിൽ നിന്ന് മിഠായി വാങ്ങിയോ. നീ ഇന്നലെ അരുണിന്റെ കടയിൽ നിന്ന് മിഠായി വാങ്ങിയോ എന്ന ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇവിടെ നമുക്ക്
നീയാണ് സബ്ജക്റ്റ്. ഡിഡ് യു ബൈ എന്ന് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ ബൈക്ക് പകരമായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഗെറ്റ് യൂസ് ചെയ്യാം. അപ്പം ഡിഡ് യു ഗെറ്റ് സ്വീറ്റ്സ് ഫ്രം അരുൺസ് ഷോപ്പ് യെസ്റ്റർഡേ? ഡിഡ് യു ഗെറ്റ് സ്വീറ്റ്സ്, നീ സ്വീറ്റ്സ് വാങ്ങിയോ? ഫ്രം അരുൺസ് ഷോപ്പ്, അരുണിന്റെ കടയിൽ നിന്ന്. എപ്പോ? യെസ്റ്റർഡേ, ഇന്നലെ. അപ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്തത്? വാങ്ങുക എന്നുള്ളതിന് ഗെറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തത് അല്ലേ? അപ്പോൾ ഇവിടെ ഒരിക്കലും ഡൗട്ട് വരരുത്. നമ്മൾ ഗെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ആയിട്ടാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഡിഡ് യു ഗെറ്റ് സ്വീറ്റ്സ് ഫ്രം അരുൺസ് ഷോപ്പ് യെസ്റ്റർഡേ? ക്ലിയർ? ഞാൻ ഇന്നലെ മിഠായി വാങ്ങിയിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ മിഠായി വാങ്ങി എന്നെങ്ങനെ പറയാ? ഐ ഗോട്ട് സ്വീറ്റ്സ് യെസ്റ്റർഡേ. ഐ ഗോട്ട് സ്വീറ്റ്സ് യെസ്റ്റർഡേ. ഇവിടെ നമുക്ക് എന്തും യൂസ് ചെയ്യാം. ഐ ഗോട്ട് സ്വീറ്റ്സ് യെസ്റ്റർഡേ എന്ന് പറയാം. അതേ മീനിങ് ആണ് ഐ ഗോട്ട് സ്വീറ്റ്സ് യെസ്റ്റർഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഗെറ്റിന്റെ രണ്ട് യൂസസ് നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ്? ഒന്ന് കിട്ടുക, രണ്ടാമത്തത് വാങ്ങുക. ഇനി കൊണ്ടുവരിക എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പോൾ ഗെറ്റിന്റെ രണ്ട് യൂസസ് നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ്? ഒന്ന് കിട്ടുക, രണ്ടാമത്തത് വാങ്ങുക. ഇനി കൊണ്ടുവരിക എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഗെറ്റ് യൂസ് ചെയ്യാറുണ്ട്. അതായത് ബ്രിങ് ആണ് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് പകരമായിട്ട് നമുക്ക് ഗെറ്റ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഞാൻ അവന്റെ കാറ് കൊണ്ടുവന്നു. ഞാൻ അവന്റെ കാറ് കൊണ്ടുവന്നു, പാസ്റ്റ് ആണ്. ഐ ഗോട്ട്, ഞാൻ കൊണ്ടുവന്നു. ഐ ബ്രോട്ടിന് പകരമാണ് ഐ ഗോട്ട് എന്ന് പറയുന്നത്. ഐ ഗോട്ട് ഹിസ് കാർ. ഐ ഗോട്ട് ഹിസ് കാർ, ഞാൻ അവന്റെ കാറ് കൊണ്ടുവന്നു. ഐ ഗോട്ട് ഹിസ് കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവന്റെ കാറ് കൊണ്ടുവന്നു. നെക്സ്റ്റ്, ഇപ്പോൾ നമുക്ക് ഒരാളോട് ഇങ്ങനെ ചോദിക്കണം, നീ പണം കൊണ്ടുവന്നിട്ടുണ്ടോ? നീ പണം കൊണ്ടുവന്നിട്ടുണ്ടോ? നീ കാശ് കൊണ്ടുവന്നിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. അതിന് വേണ്ടിയിട്ട് ഡിഡ് യു ബ്രിങ് ദ മണി എന്ന് നമുക്ക് പറയാം അല്ലേ? അതിന് പകരമായിട്ട് എന്ത് പറയാം? ഡിഡ് യു ഗെറ്റ് ദ മണി. ഡിഡ് യു ഗെറ്റ് ദ മണി, നീ പണം കൊണ്ടുവന്നിട്ടുണ്ടോ? ഈ ഒരു സെന്റൻസ് നീ പണം കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന സ്പോട്ടിൽ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഹാവ് യൂസ് ചെയ്ത് പറയാം കേട്ടോ. ഹാവ് യു ഗോട്ട് ദ മണി എന്ന് വേണമെങ്കിലും ചോദിക്കാം. ഹാവ് യു ഗോട്ട് ദ മണി, നീ പണം കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് വേണമെങ്കിലും ചോദിക്കാം. ഡിഡ് യു ഗെറ്റ് ദ മണി എന്ന് വേണമെങ്കിലും ചോദിക്കാം. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഡിഡ് യൂസ് ചെയ്ത് ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഹാവ് യൂസ് ചെയ്ത് ചോദിക്കുന്നതാണ്. ഹാവ് യു ഗോട്ട് ദ മണി, നീ പണം കൊണ്ടുവന്നിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ മൂന്നാമത്തെ യൂസസും പറഞ്ഞു അല്ലേ? കിട്ടുക, അതുപോലെ കൊണ്ടുവരിക, വാങ്ങുക. ഓക്കെ, ഇനി നമ്മൾ എടുക്കുക എന്ന് പറയാറുണ്ട്. എന്താണ് നമ്മൾ എടുക്കുക എന്ന് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്? ടേക്ക് എന്നാണ് അല്ലേ? ഈ ടേക്കിന് പകരമായിട്ടും നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഗെറ്റ് യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഞാൻ പുതിയ വീട് എടുത്തു. ഞാൻ പുതിയ വീട് എടുത്തു, പാസ്റ്റ് ആണ്. ഐ ഗോട്ട് എ ന്യൂ ഹൗസ്. ഐ ടുക്ക് എ ന്യൂ ഹൗസ് എന്ന് നമുക്ക് പറയാം അല്ലേ? ഐ ടുക്ക് എ ന്യൂ ഹൗസ്, ഞാൻ പുതിയ വീടെടുത്തു. ഐ ഗോട്ട് എ ന്യൂ ഹൗസ്, ഞാൻ പുതിയ വീടെടുത്തു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടുക്കിന് പകരമാണ് നമ്മൾ ഗോട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ്, ഞാൻ അവളുടെ ഫോൺ എടുത്തു. ഞാൻ അവളുടെ ഫോൺ എടുത്തു. ശരിക്കും നമ്മൾ എങ്ങനെയാ പറയാ? ഐ ടുക്ക് ഹെർ ഫോൺ. അതിന് പകരമായിട്ട് ഐ ഗോട്ട് ഹെർ ഫോൺ. ഐ ഗോട്ട് ഹെർ ഫോൺ, ഞാൻ അവളുടെ ഫോൺ എടുത്തു. നെക്സ്റ്റ്, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നീ എൻ്റെ ബാഗ് എടുത്തോ? നീ എൻ്റെ ബാഗ് എടുത്തോ? നമ്മൾ എങ്ങനെയാ ചോദിക്കല്? എങ്ങനെ ശരിക്കും ചോദിക്കാം? ഡിഡ് യു ടേക്ക് മൈ ബാഗ് എന്ന് നമുക്ക് ചോദിക്കാം. പക്ഷെ നമുക്കത് ഗെറ്റ് യൂസ് ചെയ്ത് എങ്ങനെ ചോദിക്കാനായിട്ട് പറ്റും? ഡിഡ് യു ഗെറ്റ് മൈ ബാഗ്. ഡിഡ് യു ഗെറ്റ് മൈ ബാഗ്, നീ എൻ്റെ ബാഗ് എടുത്തോ? നെക്സ്റ്റ്, നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറുള്ളതാണ് ഒരു യൂസസ് എത്തുക എന്നുള്ളതിലെ റീച്ച്ഡ്, റീച്ച്, അതുപോലെ അറൈവ്. ഇതിന് പകരമായിട്ട് നമ്മൾ ഗെറ്റ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ? നമ്മൾ ഒരുപാട് സെന്റൻസുകളിൽ നമ്മൾ പറയാറുണ്ട് ഐ ഗോട്ട് ഹോം, ഞാൻ വീട്ടിലെത്തി എന്ന് പറയാറുണ്ട് അല്ലേ? അപ്പോൾ ഈ എത്തുക എന്ന് പറയാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഗെറ്റ് എന്ന് യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. ഐ ഹാവ് ഗോട്ട് ഹോം. ഐ ഹാവ് ഗോട്ട് ഹോം, ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. ഐ ഹാവ് റീച്ച്ഡ് ഹോം അല്ലെങ്കിൽ ഐ ഹാവ് അറൈവ്ഡ് ഹോം എന്ന് പറയുന്നതിന് പകരമായിട്ട് ഐ ഹാവ് ഗോട്ട് ഹോം എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ്, അവർ ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ടാകും. അവർ ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ടാകും. എങ്ങനെ പറയാ?
നമുക്ക് വിൽ ഹാവ് യൂസ് ചെയ്ത് പറയാം, മസ്റ്റ് ഹാവ് യൂസ് ചെയ്ത് പറയാം അല്ലേ. അവരാണ് സബ്ജക്റ്റ്. ദേ വിൽ ഹാവ് ഗോഡ് ഹോം ബൈ നൗ. ദേ വിൽ ഹാവ് ഗോഡ് ഹോം ബൈ നൗ. അവർ ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ടാകും. ഇനി അത് മസ്റ്റ് ഹാവ് യൂസ് ചെയ്ത് പറയുകയാണെങ്കിലും ദേ മസ്റ്റ് ഹാവ് ഗോഡ് ഹോം ബൈ നൗ എന്നും പറയാം. അവിടെ നമ്മൾ ഗോട്ട് എന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. V3 ഫോമാണ് ഗോട്ട് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ്, നിങ്ങൾ എപ്പോഴാണ് വീട്ടിലെത്തിയത്? ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എപ്പോഴാണ് വീട്ടിലെത്തിയത്? എപ്പോഴാ എന്ന് പറയാൻ വേണ്ടിയിട്ട് വെൻ ആണ് അല്ലേ. വെൻ ഡിഡ് യു ഗെറ്റ് ഹോം? നിങ്ങൾ എപ്പോഴാ അല്ലെങ്കിൽ നീ എപ്പോഴാ വീട്ടിലെത്തിയത്? നെക്സ്റ്റ്, ഇന്നലെ നീ നേരത്തെ വീട്ടിലെത്തിയോ? ഇന്നലെ നീ നേരത്തെ വീട്ടിലെത്തിയോ എന്ന് ചോദിക്കാറുണ്ടല്ലോ നമ്മള്. ഇന്നലെ നീ നേരത്തെ വീട്ടിലെത്തിയോ? ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിഡ് യു ഗെറ്റ് ഹോം ഏർലി യെസ്റ്റർഡേ? ഡിഡ് യു ഗെറ്റ് ഹോം ഏർലി യെസ്റ്റർഡേ? നീ ഇന്നലെ നേരത്തെ വീട്ടിലെത്തിയോ? അവിടെ നമ്മൾ ഗെറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ്, നമ്മൾ അണ്ടർസ്റ്റാൻഡ് പകരമായിട്ട് ഗെറ്റ് യൂസ് ചെയ്യും. അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുക അല്ലേ, മനസ്സിലാക്കുക എന്നതാണ്. അതിന് പകരമായിട്ട് നമ്മൾ ഗെറ്റ് യൂസ് ചെയ്ത് പറയും. ഫോർ എക്സാമ്പിൾ, നീ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. നീ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. എങ്ങനെ പറയാ? ഐ ഡിഡിന്റ്. നെഗറ്റീവ് ആണല്ലോ. ഐ ഡിഡിന്റ് ഗെറ്റ് വാട്ട് യു സെഡ്. നീ പറഞ്ഞത് എന്ന് പറയാൻ വേണ്ടിയിട്ട് വാട്ട് യു സെഡ് ആണ്. അപ്പോൾ ഐ ഡിഡിന്റ് ഗെറ്റ്, എനിക്ക് മനസ്സിലായില്ല. ഐ ഡിഡിന്റ് അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്നതിന് പകരമായിട്ട് നമ്മൾ എന്താ പറയുന്നത്? ഐ ഡിഡിന്റ് ഗെറ്റ് വാട്ട് യു സെഡ്. നീ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. നെക്സ്റ്റ്, നിങ്ങൾക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പുതിയ ഡ്രസ്സ് വാങ്ങുകയാണ്. ഞാൻ പുതിയ ഡ്രസ്സ് വാങ്ങുകയാണ്. ഇവിടെ വാങ്ങുകയാണ് എന്ന് പറയുകയാണ്. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ബൈയിങ് എന്ന് യൂസ് ചെയ്യും. അതല്ലാതെ ഗെറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഈ ഒരു സെന്റൻസ് പറയാം എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. സിമ്പിളാണ്. അതായത് വാങ്ങുക എന്നുള്ള ആ ഒരു വെർബിന് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? ഗെറ്റ് യൂസ് ചെയ്യുന്നു. അപ്പം ഞാൻ വാങ്ങുകയാണ്, ഞാൻ പുതിയ ഡ്രസ്സ് വാങ്ങുകയാണ് എന്ന് പറയുമ്പം അവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ആണ് വരുന്നത്. അപ്പം നമ്മൾ ഗെറ്റിന്റെ ഫോം എന്തായിരിക്കും എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് ആ സെന്റൻസ് ഒന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ പുതിയ ഡ്രസ്സ് വാങ്ങുകയാണ് എന്നുള്ളത് ഗെറ്റ് യൂസ് ചെയ്തിട്ട് കമന്റ് ചെയ്യുക. ഗെറ്റ് യൂസ് ചെയ്യുമ്പം ശ്രദ്ധിക്കണം ഏത് ടെൻസിലാണ് നമ്മൾ പറയുന്നത് എന്ന് ശ്രദ്ധിക്കണം. അത് മനസ്സിലാക്കിയിട്ട് ഈ ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതിന് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൺ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ ഇതുപോലെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ടും കമൻ്റ് അറിയിക്കുക. അതുപോലെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ, എന്തെങ്കിലും നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ക്ലാസ് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ലൈവ് ക്ലാസ് നടത്തണം. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. പിന്നെ നമ്മുടെ ഈസി ഇംഗ്ലീഷ് ഗ്രാമറിൽ ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്കായിട്ടുള്ള വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അധികവും ഞാൻ ഇതാണ് ഷോർട്സുകളാണ്. അപ്പോൾ ഈ ആണോ എന്ന് പറയാനും ആണ്, അതുപോലെ അല്ലേ അല്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പോയി കാണാം. ഇനി നമുക്ക് അതിൽ പഠിക്കാനുള്ളത് ആയിരുന്നു, ആയിരുന്നില്ലേ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്ക് ആ ഒരു ചാനലിൽ പോയി കണ്ടാൽ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.